ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ 17ാമത്തെ പാഠത്തിൻ്റെ കുഞ്ഞെഴുത്താണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? ബലൂണുകളുടെ ഉത്സവം. ആദ്യം തന്നെ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഒരു ഉത്സവത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ താഴെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ ചിത്രത്തിൽ കാണുന്നത്? ഒരു സർക്കസ് കൂടാരമാണ് അല്ലേ. സർക്കസ് കോമാളി കുട്ടികളെ ചിരിപ്പിക്കുന്നു. കുട്ടിയെ തോളിലിരുത്തി കാഴ്ചകൾ കാണിക്കുന്ന ഒരു അച്ഛനെ കാണാം. പിന്നെയോ ഒരു നായക്കുട്ടിയെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ പല നിറത്തിലുള്ള ബലൂണുകൾ വിൽക്കുന്ന ഒരു സ്ത്രീയെ കാണാം. അവരുടെ കയ്യിൽ നിന്നും ബലൂൺ വാങ്ങിയ ഒരു കുട്ടിയെയും കാണാം അല്ലേ. പിന്നെ ഒരുപാട് കടകളുണ്ട്, പഴങ്ങളും പലഹാരങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന കടകൾ. പിന്നെയോ ആകാശത്തൊട്ടിൽ കാണാം, കോളാമ്പി മൈക്ക് കാണാം, സർക്കസിൻ്റെ പലതരം റൈഡുകൾ കാണാം അല്ലേ. അടുത്തത് എൻ്റെ സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം. ഇവിടെ താഴെ എന്താ തന്നിട്ടുള്ളത്? ഫോൺ സംഭാഷണം, എൻ്റെ സ്കൂളിലെ സ്വാതന്ത്ര്യദിനം. അപ്പം നിങ്ങളുടെ സ്കൂളിലുള്ള സ്വാതന്ത്ര്യദിനത്തിനെ പറ്റിയിട്ട് അല്ലേ, അവിടെ നടത്തിയിട്ടുള്ള പരിപാടികളെ പറ്റിയിട്ട് ചെറിയൊരു ഫോൺ സംഭാഷണമാണ് അല്ലേ. ഇവിടെ തന്നിട്ടുള്ള ചിത്രം നോക്കിക്കേ. സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് പതാക ഉയർത്തുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് കേട്ടോ. അപ്പോൾ പെൺകുട്ടി എന്താ ചോദിക്കുന്നത്? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമാണോ? അപ്പോൾ ആൺകുട്ടി പറയാണ് സുഖമാണ്, ഞങ്ങളുടെ സ്കൂളിൽ സ്വാതന്ത്ര്യദിന പരിപാടി ഗംഭീരമായി ആഘോഷിച്ചു എന്ന്. അപ്പോൾ ആ പെൺകുട്ടി എന്താ പറയുന്നത്? ഞങ്ങളുടെ സ്കൂളിലും ആഘോഷമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു തന്നു. പതാക ഉയർത്തലും റാലിയും മിഠായി വിതരണവും ഉണ്ടായിരുന്നു. ഇനി ആ ആൺകുട്ടി എന്തായിരിക്കും പറയുക? സ്വാതന്ത്ര്യ സമരകാലത്ത് ജീവിച്ച ഒരു അപ്പൂപ്പനെ ഞങ്ങളുടെ സ്കൂളിൽ ആദരിച്ചു. അദ്ദേഹം അന്നത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി മക്കൾ എന്ത് ചെയ്യുക? മക്കളുടെ സ്കൂളിലെ ആഘോഷങ്ങളെക്കുറിച്ചിട്ട് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുക കേട്ടോ. അടുത്തത് വായിക്കാം, വരയ്ക്കാം. പണ്ടൊരു കൂട്ടം കുഞ്ഞു ബലൂണുകൾ ഉദയം കാണാൻ പോയി. പകൽ വിളക്കിൻ വീട്ടിൽ ബലൂണുകൾ വിരുന്നു പാർക്കാൻ പോയി. നിറമേഘങ്ങളിൽ മധുരം ചേർത്ത് കുടിക്കാൻ നൽകി സൂര്യൻ. നിറം കുടിച്ചവർ അങ്ങനെ പൊങ്ങി പല നിറമായി പാറി. മലയുടെ മുകളിൽ, കാടിനു മുകളിൽ, കടലിനു മുകളിൽ അലഞ്ഞു. നീല കുടിച്ച് പെരുത്തവരെല്ലാം നീല ബലൂണുകളായി. ചോപ്പ് കുടിച്ച് പെരുത്തവരെല്ലാം അവിടെ എന്തെഴുതാം? ചോപ്പ് ബലൂണുകളായി. മഞ്ഞ കുടിച്ച് പെരുത്തവരെല്ലാം മഞ്ഞ ബലൂണുകളായി. ആകാശത്തിൻ പല നിറമായി ബലൂണുകൾ പാറി നടന്നു. നാട്ടിൽ, വീട്ടിൽ, ക്ലാസ്സിലും അങ്ങനെ പല നിറമൊത്തു പൊറുത്തു. അപ്പോൾ ഇവിടെ ഒഴിഞ്ഞ ഭാഗത്ത് ഇതുപോലെ കൂട്ടിച്ചേർത്ത് പാടുക കേട്ടോ. അടുത്തത് പാട്ടിലെ രംഗം ചിത്രീകരിച്ച് നിറം നൽകാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികളിൽ നോക്കിയിട്ട് ഓരോ വരി നോക്കിയിട്ട് അതിൽ ഇഷ്ടമുള്ള ഒരു രംഗം നിങ്ങൾക്ക് വരയ്ക്കാം, എന്നിട്ട് നിറം നൽകാം. ഉദാഹരണത്തിനായി ആകാശത്തിൽ പല നിറമായി ബലൂണുകൾ പാറി നടന്നു. ഈ ഒരു വരി ഉണ്ടല്ലോ. അപ്പോൾ ആകാശം വരയ്ക്കുക, പല നിറത്തിലുള്ള ബലൂണുകൾ വരയ്ക്കുക, എന്നിട്ട് നിറം കൊടുക്കുക കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട 2 വരികൾ എഴുതാമോ? ഇഷ്ടപ്പെടാനുള്ള കാരണം പറയാമോ? അപ്പോൾ നമുക്ക് ആ വരികൾ തന്നെ എഴുതാം. ആകാശത്തിൽ പല നിറമായി ബലൂണുകൾ പാറി നടന്നു. എന്താ ഇഷ്ടപ്പെടാനുള്ള കാരണം? ആകാശത്ത് പല നിറത്തിലുള്ള ബലൂണുകൾ പറന്നു നടക്കുന്നത് കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇനി പാട്ടിന് ഒരു തലക്കെട്ട് നൽകാമോ? നമുക്ക് എന്ത് തലക്കെട്ട് കൊടുക്കാം? വർണ്ണ ബലൂണുകൾ, അതായത് പല നിറത്തിലുള്ള ബലൂണുകൾ. അടുത്തത് നോക്കിക്കേ. മിണ്ടാതിരിയട മിണ്ടാതിരിയട മിണ്ടും തോറും തല്ലും ഞാൻ. തല്ലാതിരിയട തല്ലും തോറും മിണ്ടും ഞാൻ. ഇവിടെ ഒരു മദ്ദളത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെണ്ടയും ചെണ്ടക്കാരനും ഉണ്ട് അല്ലേ. അപ്പോൾ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മദ്ദളം എങ്ങനെയാണ് കൊട്ടുന്നത്? 2 ഭാഗത്തും കൈകൊണ്ടാണ് അല്ലേ കൊട്ടുന്നത്. എന്നാൽ ചെണ്ടയോ കോലുപയോഗിച്ചിട്ട് ഒരു ഭാഗത്താണ് അല്ലേ കൊട്ടുന്നത്. അപ്പോൾ നമുക്കുള്ള ചോദ്യം എന്താണ്? തല്ലുകൊണ്ട ചെണ്ട മദ്ദളത്തിനടുത്ത് വന്നിരുന്ന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കും? ചെണ്ട ആദ്യം പറയാണ് അടികൊണ്ട് മടുത്തു, ദേഹമാകെ വേദനിക്കുന്നു. അപ്പോൾ മദ്ദളം എന്ത് പറയും? നിനക്ക് ഒരു ഭാഗത്തല്ലേ അടി കിട്ടുകയുള്ളൂ, എനിക്ക് 2 ഭാഗത്തും കിട്ടുമെന്ന് മദ്ദളം പറയാണ്. അപ്പോൾ ചെണ്ട എന്ത് പറയും?
നിന്നെ കൈകൊണ്ടല്ലേ അടിക്കുന്നത്, എന്നെ കമ്പ് വെച്ച് 2 കൈ വെച്ചും ഒരു ദയയുമില്ലാതെ തുരുതുരാ അടിക്കും. അപ്പോൾ മദ്ദളം ചെണ്ടയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ തല്ലുകൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം മനുഷ്യർ ആസ്വദിക്കുന്നു അല്ലേ, മനുഷ്യർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അവർക്ക് നമ്മളെ വലിയ ഇഷ്ടമാണ് എന്ന്. അപ്പോൾ ഇത്രയാണ് മക്കളെ ഈ ഒരു പാഠഭാഗത്തുള്ളത്. മക്കൾക്ക് പാഠഭാഗം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോസിലൊന്നും കമൻ്റ് ഇടാൻ പറ്റില്ല, അപ്പോൾ മക്കൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.